പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിലുമായി 24 ന്യൂസിലെ ഹാഷ്മി താജ് ഇബ്രാഹിം നടത്തിയ അഭിമുഖം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. മാസങ്ങളോളം മാധ്യമങ്ങളിൽ നിന്ന് മാറി നടന്ന് പിന്നീട് ജയിൽവാസം അടക്കം അനുഭവിച്ച രാഹുൽ താൻ ചതിക്കപ്പെട്ടുവെന്ന് എണ്ണി പറയുമ്പോൾ വലിയ രീതിയിലുള്ള പിന്തുണയാണ് ലഭിച്ചത്. രാഹുലിനെതിരെ ഹണി ട്രാപ്പ് അടക്കം നടത്തി വീഴ്ത്തുവാനുള്ള ഗൂഢാലോചനയാണ് നടത്തിയത്. ഈ വിവാദങ്ങൾക്കിടെ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി ചില വ്യാജ ആരോപണങ്ങളും രാഹുലിന് നേരെ തൊടുത്തുവിട്ടു. അതിലൊന്നാണ് KPCC സംസ്കാര സാഹിതി സെക്രട്ടറി MA ഷെഹനാസിന്റെ ആരോപണം. ഈ ആരോപണങ്ങൾ ഒന്നാകെ ഒറ്റ അഭിമുഖം കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തകർത്തു കളഞ്ഞു. രാഹുലിനെ ചതിച്ച ഷെഹനാസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യവും ശക്തമായിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായപ്പോൾ താൻ ഷാഫിയെ കണ്ട് പരാതി പറഞ്ഞിരുന്നുവെന്നാണ് ഷെഹനാസിന്റെ ആരോപണം. എന്നാൽ താൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായപ്പോൾ ആശംസ അറിയിച്ച ഷെഹനാസിന്റെ ചാറ്റ് വിവരം രാഹുൽ പുറത്തുവിട്ടതോടെയാണ് കള്ളക്കളി പൊളിഞ്ഞു വീണത്. പിന്നീട് പാലക്കാട് MLA ആയപ്പോൾ നടപ്പിലാക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഷെഹനാസ് താനുമായി ചർച്ച നടത്തിയെന്നും രാഹുൽ പറഞ്ഞു. അതിന്റെ തെളിവുകൾ കൂടി പുറത്തുവിട്ടതോടെ ആകെ നാണം കെട്ടി നിൽക്കുകയാണ് ഷെഹനാസ് എന്നും പറയേണ്ടി വരും. നേരത്തെ പീഡന കേസിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള ആക്ഷേപം ഉയർന്നുകൊണ്ടുള്ള പോസ്റ്റുകൾ വടകര MP ഷാഫി പറമ്പിലിനെയും രൂക്ഷമായി വിമർശിച്ചിരുന്നത്. രാഹുൽ തന്നോട് മോശമായിട്ട് പെരുമാറിയെന്നാണ് ഷെഹനാസ് പറയുന്നത്. ഇതിന്റെ തെളിവുകൾ സഹിതം തന്റെ പക്കലുണ്ടെന്ന് പറഞ്ഞ ഷെഹനാസിന്റെ ആരോപണം പതിവ് ആരോപണങ്ങളാണെന്ന് കരുതിയെടുത്താണ് മറ്റൊരു ബോംബ് കൂടി ഷെഹനാസ് പുറത്തുവിട്ടത്. അത് മറ്റൊന്നുമായിരുന്നില്ല, രാഹുലിനെതിരെയുള്ള പരാതി ഷാഫി അറിയിച്ചിരുന്നു എന്നതാണ് ഷെഹനാസ് പറഞ്ഞത്. കർഷക സമരത്ത് ഡൽഹിയിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് രാഹുൽ മോശ സന്ദേശം അയച്ചത്. ഡൽഹിയിൽ നമുക്ക് ഒരുമിച്ച് പോകാമായിരുന്നല്ലോ എന്നാണ് പറഞ്ഞത്. അക്കാര്യം ഉൾപ്പെടെ ഷാഫി അറിയിച്ചിരുന്നുവെന്നും ഷെഹനാസ് പറഞ്ഞു. മാധ്യമങ്ങളോടാണ് ഷെഹനാസ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇതിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രൂക്ഷമായ ആക്രമണമാണ് രാഹുലിനും ഷാഫിക്കുമെതിരെ അവർ നടത്തിയത്. സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്ന രാഹുലിനെ അധ്യക്ഷനാക്കരുതെന്നും ഷാഫിയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് ഷാഫി പറയട്ടെ എന്നും ഷാഫി പ്രസിഡന്റായിരിക്കുമ്പോൾ സ്ത്രീകൾക്ക് പ്രവർത്തിക്കുവാൻ അനുമതി ഇല്ലായിരുന്നുവെന്നും പറയുന്നുണ്ട്. ഇത്രയും മോശം വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടും പിന്നീട് എന്തിന് അടുപ്പം പുലർത്തിയെന്ന് രാഹുൽ ചോദിക്കുമ്പോൾ ഷെഹനാസിന് മറുപടി ഇല്ല എന്നതാണ് വാസ്തവം. കള്ളക്കഥകൾ പുറത്തു വന്നതിന് പിന്നാലെ KPCC സംസ്കാര സാഹിതിയുടെ കോഴിക്കോട്ടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് MA ഷെഹനാസിനെ പുറത്താക്കിയത്. ആക്ഷേപം വാർത്താ മാധ്യമങ്ങൾ ആഘോഷിക്കുമ്പോഴാണ് ഈ പുറത്താക്കൽ വാർത്ത കൂടി വരുന്നത്. സംസ്കാര സാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് കോൺഗ്രസ് സഹയാത്രികയായ ഷെഹനാസ്. ഇവരുടെ ആരോപണങ്ങൾ കോൺഗ്രസിനെ വെള്ളം കുടിപ്പിക്കുവാൻ നടന്ന റിപ്പോർട്ടർ TV അടക്കമുള്ള മാധ്യമങ്ങൾ ആഘോഷിച്ചത് കോൺഗ്രസിന് വലിയ ക്ഷീണമായിരുന്നു. ഇതിന് പിന്നാലെയാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നുള്ള പുറത്താക്കൽ സംഭവിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും പീഡന പരാതി ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു ഷെഹനാസിന്റെ പ്രതികരണം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവരുന്ന സമയത്തും ഷാഫി പറമ്പിലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള കാര്യം സൂചിപ്പിച്ചപ്പോൾ പുച്ഛമായിരുന്നു ഷാഫിയുടെ മറുപടിയെന്ന് യൂത്ത് കോൺഗ്രസ് മുൻ നേതാവ് കൂടിയായ ഷെഹനാസ് വ്യക്തമാക്കിയിരുന്നു. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ പുറത്താക്കിയ നടപടിക്കെതിരെയും രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് അവർ പ്രതികരിച്ചത്. DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇതെന്നും ഷെഹനാസ് ആരോപിക്കുന്നുണ്ട്. സ്ത്രീകൾക്കു വേണ്ടി പ്രതികരിച്ചതിന്റെ പേരിൽ പദവികൾ നഷ്ടപ്പെടുകയാണ് എങ്കിൽ അതിൽ സന്തോഷമേ ഉള്ളൂവെന്നും ഉന്നയിച്ച കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുമെന്നും അന്ന് ഷെഹനാസ് പറഞ്ഞിരുന്നു. മറ്റ് ആരോപണങ്ങൾ തീർത്തും വ്യക്തിപരമായിരുന്നുവെങ്കിൽ ഷെഹനാസിന്റെ ആരോപണം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് അത് വട്ടം പൊളിക്കുക എന്നത് രാഹുലിന്റെ ലക്ഷ്യമായിരുന്നു. ആദ്യ അഭിമുഖത്തിൽ തന്നെ ഷാഫിക്ക് അത് സാധിച്ചുവെന്ന് തന്നെ പറയാം.